Hello students, welcome back to the rest of the portion of our Act and Rule class. സുഹൃത്തുക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സെക്ഷൻ 14 എന്ന് അങ്ങോട്ട് പറഞ്ഞു, നിങ്ങൾ റൂൾ 13 ഇങ്ങോട്ട് പറഞ്ഞു തന്നല്ലോ. സെക്ഷൻ 14 റൂൾ 13 അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമുണ്ട്. എന്താ അത്? അമാൽഗമേഷൻ, ഡിവിഷൻ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് എ സൊസൈറ്റി. 3 കാര്യങ്ങളാണ്. അമാൽഗമേഷൻ, ഡിവിഷൻ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് എ സൊസൈറ്റി. സെക്ഷൻ 14 അതിൻ്റെ പ്രൊസീജിയർ നമ്മൾ റൂൾ 13 കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് നമ്മൾ 15ാമത് വാരി കെട്ടിവെച്ചിരിക്കുന്ന, അതിനെ നമ്മൾ സെക്ഷൻ 15 എന്നാണ് പറയുക, ഒരൊറ്റ കാര്യമാണ് നമ്മൾ ഇന്ന് ആദ്യം നോക്കുക. അതിനുശേഷം പ്രധാനപ്പെട്ട ഒരു സംഗതി നമുക്കിന്ന് നോക്കാനുണ്ട്. ഒരു വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു പോർഷൻ. സെക്ഷൻ 15 എന്ന് പറഞ്ഞാൽ എന്താണ്? സംഘത്തിൻ്റെ രജിസ്ട്രേഷനെ സംബന്ധിച്ച് നമ്മൾ വിശദമായി പഠിച്ചു. രജിസ്ട്രേഷന് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതിനെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുക. നമ്മൾ ഇന്ന് പഠിക്കുന്നൊരു ചെറിയ മൈനർ പോർഷൻ എന്ന് പറയുന്നത്, എന്നാൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതുമായൊരു പോർഷനാണ്. ചില പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ RC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യപ്പെടാവുന്നതാണ്. എൻ്റെ അമ്മേ, അങ്ങനെയുണ്ടോ? കിട്ടിയാൽ അന്തിമമല്ലേ? ഒന്നും അന്തിമമല്ല. ഇതൊക്കെ ഏത് അവസരത്തിലും ക്യാൻസൽ ചെയ്ത് പോകാം. എന്താണ് ആ ഒരു പ്രത്യേക സാഹചര്യം? അതാണ് സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് നോക്കുന്നത്. നിസ്സാരമാണ്, സിമ്പിളാണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. കേട്ടോളൂ. അതൊരു ലോജിക്കാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതിൻ്റെ ഇൻ കണ്ടിന്യൂവേഷനാണ് ഇന്ന് നോക്കുക. അമാൽഗമേഷൻ നമ്മൾ നോക്കിയില്ലേ? വാട്ട് ഈസ് അമാൽഗമേഷൻ? നമ്മൾ 2 അതിലധികമോ സംഘങ്ങളെ കൂട്ടിച്ചേർത്ത് മെർജ് ചെയ്ത് ഒരൊറ്റ സംഘമാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് അമാൽഗമേഷൻ എന്ന് പറഞ്ഞാൽ. അവിടെ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം. നമ്മളിതൊക്കെ ലോജിക്കാണ്, ഇതൊന്നും ആരും പറഞ്ഞു തരേണ്ട ആക്ട് ആൻഡ് റൂൾ ഒന്നുമില്ല. എന്താ ലോജിക്ക്? അങ്ങനെ അമാൽഗമേറ്റ് ചെയ്താൽ ഒരു കാര്യം നിങ്ങൾ നോക്കുക. where 2 or more cooperative societies amalgamated into a bigger one, new one, according to the provisions of section 14 അനുസരിച്ച് അമാൽഗമേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ the registration of the amalgamating societies shall stand cancelled. സിമ്പിൾ അല്ലേ? 2ലധികം സംഘങ്ങളെ അമാൽഗമേറ്റ് ചെയ്തുകൊണ്ട് ഒരു സംഘമാക്കി മാറ്റിയാൽ അമാൽഗമേറ്റിംഗ് സൊസൈറ്റി എന്നാണ് പറയുക. നമ്മൾ ഏതൊക്കെ സംഘങ്ങളെ കൂട്ടിക്കെട്ടിയോ അവയെ പറയുന്ന പേര് അമാൽഗമേറ്റിംഗ്. ഇനി പുതിയ സംഘത്തിനെ അമാൽഗമേറ്റഡ് സൊസൈറ്റി എന്നും പറയുക. അതാണ് ആ ഒരു സേയിങ്സ് എന്ന് പറയുക. അപ്പോൾ അമാൽഗമേറ്റിംഗ് സംഘങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന് ഇനി പ്രസക്തിയുണ്ടോ? ആ സംഘമേ ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ സാഹചര്യത്തിൽ ആ സംഘങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യപ്പെടും. ക്ലിയർ അല്ലേ? നിസ്സാരമല്ലേ? ചിന്തിച്ചാൽ നിങ്ങൾ തന്നെ ഇങ്ങോട്ട് പറയേണ്ടതല്ലേ? വളരെ സിമ്പിളായിട്ടുള്ള കേസ്. എന്താണ് ഞാൻ പറഞ്ഞ റൂള്? where 2 or more societies or existing societies amalgamated into a bigger society or new society, as per the provisions of section 14, registration certificate of amalgamating societies shall stand cancelled. Okay? Simple. ഇനി സുഹൃത്തുക്കളെ, ആ ഡിവിഷൻ്റെ കേസിൽ നമുക്ക് ഇങ്ങനെ തന്നെ പറയാം. where a bigger society, where one society is divided into certain 2 or more new societies, then the registration certificate of the former society shall stand cancelled. സിമ്പിൾ. അതും അങ്ങനെ തന്നെ. അപ്പോൾ ഒരു വലിയ സംഘത്തിനെ ഡിവൈഡ് ചെയ്ത്, അതിന് ഡിവിഷൻ എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്, വിവിധ തരം 2 അതിലധികമോ സംഘങ്ങളായി മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഫോർമർ സൊസൈറ്റീസ്, ഏതിനെയാണോ നമ്മൾ വീതം വെച്ചത്, ഡിവൈഡ് ചെയ്തത്, ആ സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇനി പ്രസക്തിയില്ല. ദാറ്റ് സർട്ടിഫിക്കറ്റ് ഷാൽ സ്റ്റാൻഡ് ക്യാൻസൽഡ്. സിമ്പിൾ. ആ റൂള് അടുത്ത റൂളാണ്. ഇനി ഒരു കാര്യം കൂടി ഞാൻ ഇക്കാര്യത്തിൽ പറയുകയാണ്. അതെന്ത് കാര്യമാണ്? ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റിയാണ്. ഒരു സംഘത്തിൻ്റെ അസറ്റ്സും ലയബിലിറ്റിയും ട്രാൻസ്ഫർ ചെയ്ത് ഏതെങ്കിലും സാഹചര്യത്തിൽ മറ്റൊരു സംഘമായിട്ട് മാറ്റപ്പെട്ടാൽ, അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന മുൻപുള്ള സംഘത്തിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന് അസറ്റ് ഇല്ല, ലയബിലിറ്റി ഇല്ല, സൊസൈറ്റി തന്നെ ഇല്ല. അങ്ങനെ വരുമ്പോൾ ഇല്ലാത്ത സൊസൈറ്റിക്ക് എന്തിനാ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്? എന്തിനാ? ചിന്തിക്കൂ. ഇല്ലാത്ത കുട്ടിക്ക് പേര് വീണോ? അതുപോലെ ഇല്ലാത്ത സംഘത്തിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പിന്നീട് ഉണ്ടാവില്ല, അതിനെ ക്യാൻസൽ ചെയ്യും. അത് ഒരു റൂൾ. അപ്പോൾ ക്യാൻസൽ ചെയ്യപ്പെടുന്ന ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് എ സൊസൈറ്റി വന്നാൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യും. നമ്പർ 1. അമാൽഗമേറ്റ് ചെയ്യപ്പെട്ടാൽ
അമാൽഗമേറ്റിംഗ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യും. അതുപോലെ ഡിവൈഡ് ചെയ്യപ്പെടുന്ന സംഘത്തിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യും. ഈ 3 സാഹചര്യങ്ങളെ സബ്സെക്ഷൻ 1, സബ്സെക്ഷൻ 2, സബ്സെക്ഷൻ 3 എന്നിങ്ങനെ നമ്മൾ പറയും. ഇതിനെ മൂന്നിനെയും ചേർത്ത് വാരിക്കെട്ടി നമ്മൾ സെക്ഷൻ 15 എന്നവർ വിളിച്ചു. നമുക്ക് തടസ്സമേ ഇല്ല, 15 എങ്കിൽ 15 അത് തന്നെയാണ് കേസ്. സെക്ഷൻ 15 എന്നും പറയും. അപ്പോൾ സെക്ഷൻ 15 എന്താണ്? cancellation of registration certificate of a society in certain cases. ഏതൊക്കെ കേസ്? നമ്പർ 1 സെക്ഷൻ 15 സബ്സെക്ഷൻ 1. എന്താ സബ്സെക്ഷൻ 1? ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് നടത്തുമ്പോൾ എക്സിസ്റ്റിംഗ് സൊസൈറ്റിയുടെ സർട്ടിഫിക്കറ്റിൻ്റെ പ്രസക്തിയില്ല, ക്യാൻസൽ ചെയ്യും. നമ്പർ 2 സബ്സെക്ഷൻ 2 സെക്ഷൻ 15 സബ്സെക്ഷൻ 2 എന്താണ്? അമാൽഗമേറ്റിങ്ങിൻ്റെ കേസിൽ. സബ്സെക്ഷൻ 3 ഡിവിഷൻ്റെ കേസിൽ. ഈ 3 കേസിലും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യപ്പെടും. സിമ്പിൾ അല്ലേ? മനസ്സിലായില്ലേ? സിമ്പിളായിട്ട് മനസ്സിലായില്ലേ? ഇനി ഈ റൂളും സെക്ഷനും ഒന്ന് വായിച്ച് നിങ്ങൾ തല പുണ്ണാക്കണ്ട, എന്നോട് ചോദിക്കാൻ പറഞ്ഞുതരാം സിമ്പിളായിട്ട്. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മളൊരു സഹകരണ സംഘമൊക്കെ രജിസ്റ്റർ ചെയ്ത് വളരെ ഗർവമായിട്ട് വളരെ അഹങ്കാരത്തോടു കൂടി ഇരിക്കുകയാണല്ലേ. ഒരു സംഘമെല്ലാം രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഇനി അങ്ങനെ ചുമ്മാ സംഘവും രജിസ്റ്റർ ചെയ്ത് വെച്ചുകൊണ്ടിരുന്നാൽ മതിയോ? എന്താ നെക്സ്റ്റ് സ്റ്റെപ്പ്? നമ്മൾ നോക്കേണ്ട ഒരു പ്രധാന പോയിന്റ്, നമ്മൾക്ക് എങ്ങനെ അതിൽ മെമ്പർഷിപ്പ് എടുക്കാം അല്ലേ? ഒരു സഹകരണ സംഘത്തിൽ നമ്മൾക്ക് മെമ്പർഷിപ്പ് എടുക്കുന്നത് എങ്ങനെ, അല്ലെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്, അല്ലെങ്കിൽ ആർക്കാണ് ഒരു സഹകരണ സംഘത്തിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ആർക്കാണ് പറ്റാത്തത്? ഇതാണ് നമ്മൾ ഇന്നത്തെ ദിവസം നോക്കുന്ന ഒരു പ്രധാന പോയിന്റ്. ഇതിനെ നമ്മൾ പഠിച്ച സെക്ഷൻ 15 അല്ലേ. ഇന്ന് അതിൻ്റെ അടുത്ത പോർഷനിലേക്കാണ് ഈ മെമ്പർഷിപ്പിൻ്റെ കേസ്. പേഴ്സൺ ഹൂ മേ ബിക്കം മെമ്പേഴ്സ് എന്നാണ് നമ്മളിന്ന് പറയുക. എന്താ നമ്മളിന്ന് പഠിക്കുന്നത്? പേഴ്സൺ ഹൂ മേ ബിക്കം മെമ്പേഴ്സ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഇതിനെ നമ്മൾ വാരിക്കെട്ടി സെക്ഷൻ 16 എന്നവർ പറഞ്ഞതുകൊണ്ട് നമ്മളും 16 എന്ന് പറയുന്നു. അപ്പോൾ സെക്ഷൻ 16 എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊരു കാര്യം പറയാൻ പറ്റും. പേഴ്സൺസ് ഹൂ മേ ബിക്കം മെമ്പേഴ്സ്. ഒരു കാര്യം സുഹൃത്തുക്കൾ മനസ്സിലാക്കുക, നേരത്തെ സെക്ഷൻ 14 എന്ന് പറയുമ്പോൾ റൂൾ 13 നിങ്ങൾ തിരിച്ചു പറഞ്ഞതുപോലെ ഇതിൽ തിരിച്ചു പറയേണ്ടത് ഇത് തന്നെ, മാറ്റണ്ട. സെക്ഷൻ 16 ആൻഡ് റൂൾ 16 രണ്ടും 16 ആണ്. അങ്ങനെ വന്നാൽ എന്ത് എളുപ്പമായിരുന്നു. പക്ഷെ അങ്ങനെ അല്ല, പലതിലും വ്യത്യസ്തമാണ്. അത് ഞാൻ ആ ഘട്ടത്തിൽ നിങ്ങളോട് പറയും, നിങ്ങളത് തന്നെ പഠിച്ചിട്ട് തിരിച്ചും പറയും. ഇവിടെ രണ്ടും ഒന്നാണ്. അതുകൊണ്ട് ഈ ഒരു പോർഷൻ വളരെ ഈസി ആയിട്ടും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. എങ്ങനെയാണ്? സെക്ഷൻ 16 എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളും പറയും അത് മാത്രമല്ല റൂൾ 16. സെക്ഷൻ 16 ആൻഡ് റൂൾ 16 എന്താണ് ഇതിൽ രണ്ടിലും പറയുന്നത്? പേഴ്സൺസ് ഹൂ മേ ബിക്കം മെമ്പേഴ്സ്. എന്താണ് അതിൽ പറയുന്നത്? ഒരു സംഘത്തിൻ്റെ മെമ്പറാകാനുള്ള, അംഗമാകാനുള്ള അടിസ്ഥാന യോഗ്യത എന്താണ്? ആർക്കാണ് മെമ്പർഷിപ്പ് കിട്ടുന്നത്? ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം സുഹൃത്തുക്കളെ. 5 ക്വാളിഫിക്കേഷനാണ്, 5 തരം ആൾക്കാർക്കാണ്, 5 തരം രീതിയിലുള്ളവർക്കാണ് ഒരു സംഘത്തിൽ മെമ്പർഷിപ്പ് കൊടുക്കുക. 5 തരം. എന്താണ് ആ 5 ടൈപ്സ്? നമ്പർ 1 എന്താണ്? ഇൻഡിവിജ്വൽസ്, വ്യക്തികൾക്ക് അല്ലേ അംഗത്വം കൊടുക്കുന്നത്. ഒന്നാമതാർക്കാണ്? വ്യക്തികൾക്ക്, ഇൻഡിവിജ്വൽസ്. നമ്പർ 1. രണ്ടാരാണ്? എനി അതർ സൊസൈറ്റി, മറ്റ് സംഘങ്ങളുണ്ടെങ്കിൽ അവയ്ക്ക്. 1 ഇൻഡിവിജ്വൽസ്, 2 എനി അതർ സൊസൈറ്റി, 3 LSG. അതിനെന്താ പറയുക? ലോക്കൽ സെൽഫ് ഗവൺമെൻറ് അല്ലേ? നമ്മൾ പറയുന്ന ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് തുടങ്ങിയ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്ന് പറയും അതിനെ ഇംഗ്ലീഷിൽ. അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്കാണ് നമ്മൾ മൂന്നാമത് അംഗത്വം കൊടുക്കുക. അപ്പോൾ 3 കേസ് ഞാൻ പറഞ്ഞു. 1 ഇൻഡിവിജ്വൽസ്, 2 എനി അതർ സൊസൈറ്റി, 3 ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. ഇനി എന്താണ് അടുത്ത ഒരു കേസ് പറയാനുള്ളത്? എന്താണ്? പക്ക ഗവൺമെൻറ് അല്ലേ? ഗവൺമെൻറ് വന്നാൽ അവർക്കും അംഗീകാരം അല്ലെങ്കിൽ അംഗത്വം കൊടുക്കാം. അതുപോലെ തന്നെ ഏതെങ്കിലും നിയമപ്രകാരം രൂപീകൃതമായിട്ടുള്ള ഏതെങ്കിലും ബോഡി, ഏതെങ്കിലും സ്ഥാപനം നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ, അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർക്കും അംഗത്വം കൊടുക്കാം. എനി ബോഡി ഇൻകോർപ്പറേറ്റഡ് ബൈ എനി ആക്ട്, ഏതെങ്കിലും നിയമപ്രകാരം രൂപീകൃതമായ ബോഡി ഉണ്ടെങ്കിൽ അവർക്കും കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു 5 തരം ആൾക്കാർക്കാണ് അല്ലെങ്കിൽ രീതിയിലുള്ളവർക്കാണ് മെമ്പർഷിപ്പ് കൊടുക്കുക. 1 ഇൻഡിവിജ്വൽസ്, തർക്കമില്ല, വ്യക്തികൾ, അതാണ് പ്രാധാന്യം, അതാണ് ഏറ്റവും ആദ്യം വരുന്നത്. 1 ഇൻഡിവിജ്വൽസ്, 2 എനി അതർ സൊസൈറ്റി, 3 LSG അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, 4 ഗവൺമെൻറ് തന്നെ വന്നാൽ അതിനും കൊടുക്കാം, 5
എനി ബോഡി ഓഫ് പേഴ്സൺ വെയർ ഇൻകോർപ്പറേറ്റഡ് ബൈ എനി ആക്ട്, ഏതെങ്കിലും ആക്ട് പ്രകാരം രൂപീകൃതമായിട്ടുള്ള ബോഡി ആണെങ്കിൽ അവയ്ക്കും കൊടുക്കാം. ക്ലിയർ ആയില്ലേ സുഹൃത്തുക്കളെ? 5 തരം ആൾക്കാർക്കാണ് മെമ്പർഷിപ്പ് കൊടുക്കുക. ഞാൻ ഒന്നുകൂടി പറയുന്നു. ഇൻഡിവിജ്വൽസ്, നമ്പർ 2 എനി അതർ സൊസൈറ്റി, നമ്പർ 3 LHG ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, നമ്പർ 4 ഗവൺമെൻറ് ഇറ്റ് സെൽഫ്, നമ്പർ 5 എനി ബോഡി ഓഫ് പേഴ്സൺ ഇൻകോർപ്പറേറ്റഡ് ബൈ എനി ലോ. ഈ 5 തരം ആൾക്കാർക്കാണ്, വ്യക്തിത്വങ്ങൾക്കാണ്, രീതിയിലുള്ളവർക്കാണ് മെമ്പർഷിപ്പ് കൊടുക്കുക. ഇനി ഞാനൊരു കാര്യം പ്രത്യേകം പറയാം. നമ്മൾ ആദ്യം ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞില്ലേ സുഹൃത്തുക്കളെ? ഇൻഡിവിജ്വൽസിൻ്റെ കേസിൽ നമ്മൾ 1-2 കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. ചിലപ്പോൾ ഇവിടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഇൻഡിവിജ്വൽസ്. എന്താണ്? എല്ലാ ഇൻഡിവിജ്വൽസിനും അങ്ങനെ എല്ലാ സംഘത്തിലും ഒന്നും കിട്ടില്ല. അതിന് കിട്ടാൻ കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്, മാനദണ്ഡങ്ങളുണ്ട്. എന്താണ് ക്രൈറ്റീരിയയിൽ? 1, ഈ ഷുഡ് ഹാവ് അറ്റൈൻഡ് ദ ഏജ് ഓഫ് 18, അല്ലേ? 18 വയസ്സ് തികഞ്ഞ് പ്രായപൂർത്തിയായ ഒരാളിന് മാത്രം അംഗത്വം നിജപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അംഗത്വത്തിന് 18 വയസ്സ് തികഞ്ഞിരിക്കണം. അപ്പോൾ കൂട്ടുകാർക്ക് കിട്ടും, കാരണം ടെസ്റ്റ് ചെയ്താൽ 18 വയസ്സാകണമല്ലോ. അതുകൊണ്ട് നമ്മൾക്കെല്ലാം ഓക്കെയാണ്, നിങ്ങൾക്കെല്ലാം അതിന് റെസ്ട്രിക്ഷൻ. അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല. അപ്പർ ഏജ് ലിമിറ്റ് അങ്ങ് പോവാണ്, എത്ര വേണോ ആകാം, അതിനൊന്നും ലിമിറ്റേഷൻ ഒന്നുമില്ല. അപ്പോൾ മിനിമം ഏജിലാണ് ഈ പറയുന്നത് കേട്ടോ. ഉടനെ അപ്പർ ഏജ് ലിമിറ്റാണ് ആലോചിക്കുന്നത്. എന്താ ചെയ്യുക ആലോചിക്കുക. അപ്പോൾ പോട്ടെ. അപ്പോൾ എന്തായാലും മിനിമം ഏജ് എങ്ങനെയാണ്? ഹി ഷുഡ് ഹാവ് അറ്റൈൻഡ് ദ ഏജ് ഓഫ് 18 എന്ന് ഞാൻ പറഞ്ഞു. ഇൻഡിവിജ്വലിൻ്റെ കേസിൽ 18 വയസ്സ് തികഞ്ഞിരിക്കണം. പിന്നെ ഇതിലെ എക്സംഷൻ ഉണ്ട്. എന്താണ് എക്സംഷൻ? സ്കൂള്, കോളേജ്, സൊസൈറ്റീസ് ആണെങ്കിൽ അവിടെ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക്, പിള്ളേർക്ക് 18 വയസ്സാകുമോ? ഇത് പലരും മനസ്സിൽ ചോദിച്ചു കാണും, എനിക്കിങ്ങനെ കേൾക്കാം കേട്ടോ. അപ്പോൾ സ്കൂൾ, കോളേജ്, സൊസൈറ്റീസിൻ്റെ കേസിൽ ഇത് ബാധകമല്ല. അത് ബ്രാക്കറ്റിൽ പലതും എങ്ങനെയാണ്, നിയമം പറയും, എക്സംഷനും പറയും കേട്ടോ. കോളേജ് സൊസൈറ്റീസ് അല്ലെങ്കിൽ സ്കൂൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനൊന്നും അവിടെ ഏജ് ലിമിറ്റ് ഈ 18 എന്നുള്ള ക്രൈറ്റീരിയ ഇല്ല. ജനറലി സ്പീക്കിംഗ് ആണ് ഞാൻ പറയുന്നത്. ഈ ഷുഡ് ഹാവ് അറ്റൈൻഡ് ദ ഏജ് ഓഫ് 18. ഇനി രണ്ടാമത്തെ പറയുകയാണെങ്കിൽ ഹു ഈസ് നോട്ട് ഓഫ് അൺസൗണ്ട് മൈൻഡ്സ്. എന്താ സാധനം? അൺസൗണ്ട് മൈൻഡ് ആയിരിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം ക്ലിയർ ആയില്ലേ? മനസ്സിലായോ? എന്താ മനസ്സിലായി? അൺസൗണ്ട് മൈൻഡ് എന്ന് പറഞ്ഞാൽ സ്ഥിര ബുദ്ധി ഉണ്ടാവണം. അത്ര തന്നെ, സ്ഥിര ബുദ്ധി ഉണ്ടാവണം. അപ്പോൾ സ്ഥിര ബുദ്ധി ഉണ്ടാകണം. അൺസൗണ്ട് മൈൻഡ് ഇൻസൈൻ ആവാൻ പാടില്ല. അൺസൗണ്ട് മൈൻഡ് ആയിരിക്കണം. സ്ഥിര ബുദ്ധിയുള്ള ആൾക്കാർക്ക് മാത്രമേ കിട്ടൂ എന്ന് സാരം. എല്ലാം അതിനകത്തുണ്ട്. അത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പോൾ 2. മൂന്നാമത്തെ എന്താണ്? He should be a resident of within the area of operation of a society. അതിനകത്ത് താമസിക്കണം. അല്ലെങ്കിൽ he should have the landed property within the area of operation of a society. 2 കാര്യങ്ങൾ പറഞ്ഞു. സംഘത്തിൻ്റെ ഏരിയയ്ക്ക് ഉള്ളിൽ താമസിക്കുന്ന ആളായി സ്ഥിര താമസക്കാരനായിരിക്കണം. 2, അല്ലെങ്കിൽ സ്ഥിര താമസമില്ലെങ്കിൽ അവിടെ ലാൻഡഡ് പ്രോപ്പർട്ടി, അയാൾക്ക് വസ്തുവകകളെങ്കിലും ഉണ്ടാകണം. ക്ലിയർ ആയില്ലേ കൂട്ടുകാരെ? ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞപ്പോൾ അത് നിസ്സാരമായി പറഞ്ഞെങ്കിലും ഞാനവിടെ 4 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നെന്താണ്? ഹി ഷുഡ് ഹാവ് അറ്റൈൻഡ് ദ ഏജ് ഓഫ് 18 എന്ന് പറഞ്ഞു, 18 വയസ്സ് തികഞ്ഞിരിക്കണം. 2 എന്താണ്? സ്കൂൾ, കോളേജ് സ്റ്റുഡൻസിന് അല്ലെങ്കിൽ സംഘത്തിന് ഈ കണ്ടീഷൻ ബാധകമല്ല. പിന്നെ 3-ാമത്തെ കേസ് എന്താണ്? ഹു ഈസ് നോട്ട് ഓഫ് അൺസൗണ്ട് മൈൻഡ് എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഹീ ഷുഡ് പൊസസ് ദ ലാൻഡഡ് പ്രോപ്പർട്ടി വിത്തിൻ ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ, അല്ലെങ്കിൽ ഹീ ഷുഡ് ബി എ റെസിഡൻറ്റ് വിത്തിൻ ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് എ സൊസൈറ്റി എന്ന് ഞാൻ പറഞ്ഞു. താമസക്കാരനായിരിക്കണം, അല്ലെങ്കിൽ വസ്തുവക വേണം. ഈ 4 കാര്യങ്ങളാണ് ഇൻഡിവിജ്വൽസിൻ്റെ കേസിൽ മെമ്പർഷിപ്പിൻ്റെ ക്രൈറ്റീരിയ. ഇന്ന് പറഞ്ഞ കാര്യം കൂട്ടുകാർക്ക് ക്ലിയർ ആയല്ലോ? സിമ്പിൾ അല്ലേ കേസ്? ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഈ 4 ക്രൈറ്റീരിയ പറഞ്ഞാലും ഇതിലൊക്കെ ഒത്തിരി എക്സംഷൻ വീണ്ടും പറയുന്നുണ്ട് നിയമത്തിൽ. അങ്ങനെ വേണം, കാരണം പ്രായോഗികത എന്ന് പറയുന്നതാണ് നിയമത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുക. ഇതൊക്കെ ചിലപ്പോൾ ചികഞ്ഞ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിലേക്ക് നമ്മുടെ ചോദ്യകർത്താവ് നിങ്ങളെ കൊണ്ട് എത്തിക്കും. അതിൽ ഒന്നാണ് ഇതിലൊരു എക്സംഷൻ അല്ലെങ്കിൽ ഒരു കണ്ടീഷൻസ് പറയും. തത്വത്തിൻ്റെ ക്രൈറ്റീരിയയിൽ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. എന്താണ് 1-ാമത്തെ ക്രൈറ്റീരിയ? നിങ്ങൾ ആലോചിച്ചാൽ കോമൺ സെൻസ് വെച്ച് നിങ്ങൾക്ക് എഴുതാൻ കഴിയും. തീർച്ചയായിട്ടും അത് നമ്മൾ അപ്ലൈ ചെയ്ത് എഴുതുകയും ചെയ്യും. അതിലൊന്നാണ് ഏതെങ്കിലും ഒരു പ്രത്യേക, ഇത് ശ്രദ്ധിക്കുക, ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ട് ഉണ്ടാക്കിയ ഒരു സംഘമാണെന്ന് ഇരിക്കട്ടെ. ഉദാഹരണത്തിന് നമ്മൾ മൺചട്ടി വ്യവസായ സഹകരണ സംഘം ഉണ്ടാക്കുകയാണ്. അപ്പം അതിൻ്റെ പാരമ്പര്യമായിട്ട് മൺചട്ടി വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഉണ്ടാക്കുന്നൊരു സംഘമാണെന്ന് നിങ്ങൾ കരുതുക. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ ഉൾപ്പെട്ടവർക്ക് മാത്രമായിരിക്കും അംഗത്വം.
അങ്ങനെയുണ്ടെങ്കിൽ അതിന് പുറത്തുനിന്ന് ഒരാൾ അപ്ലൈ ചെയ്താൽ എനിക്കും മെമ്പർ ആകണം എന്ന് പറഞ്ഞാൽ ആ സമൂഹത്തിൻ്റെ സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടിയുള്ള ആളല്ല ഈ വന്ന ആൾ എന്ന് ബോധ്യമുണ്ടെങ്കിൽ അയാൾക്ക് മെമ്പർഷിപ്പ് നിരസിക്കാം. ഇത് എക്സംഷൻ. ഇത് ക്ലിയർ ആയല്ലോ കൂട്ടുകാർക്ക്? ഇങ്ങനെ ചില എക്സംഷൻ. നമ്പർ 1 ഞാൻ പറഞ്ഞു, ഏതെങ്കിലും സമൂഹത്തിൻ്റെ സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടി ഉണ്ടാക്കിയ സംഘമാണെങ്കിൽ അതിന് പുറത്തുള്ളവർ വന്നാൽ കൊടുക്കണമെന്നില്ല, കിട്ടണമെന്നില്ല. സാരം സിമ്പിൾ. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞതാണ്, വളരെ വളച്ചു കെട്ടി പറഞ്ഞ നിയമത്തിന് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞതാണ് കൂട്ടുകാർക്ക് കയറാൻ വേണ്ടിയിട്ട്. അതുപോലെ ഒരു പ്രത്യേക ആക്ടിവിറ്റി, ഒരു പ്രത്യേക സ്പെഷ്യൽ ആക്ടിവിറ്റി, പ്രത്യേക പ്രവർത്തനം മൂലം അതിൻ്റെ അംഗങ്ങളുടെ മെമ്പേഴ്സിൻ്റെ ഫിനാൻഷ്യൽ ബെനിഫിറ്റിന് അപ്ലിഫ്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഘമാണെന്ന് വയ്ക്കുക. ഒരു പ്രത്യേക ആക്ടിവിറ്റിയാണ് അവർ ചെയ്യുക, വേറെ ആക്ടിവിറ്റി ഒന്നും അവർ ചെയ്യുന്നില്ല. അങ്ങനെ ആക്ടിവിറ്റി ചെയ്യാത്ത ആൾ ആരെങ്കിലും വന്ന് മെമ്പർഷിപ്പ് വേണം എന്ന് പറഞ്ഞാൽ അവർക്കും കൊടുക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയും. കൃത്യമായി അത് ബൈലായിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ആക്ടിവിറ്റി നടത്തുന്ന അംഗങ്ങൾക്കായിരിക്കും മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ ആ ആക്ടിവിറ്റി നടത്താത്ത ഒരാൾ വന്നാൽ ഇവിടെ ഒരു തവണ ചോദിച്ചൊരു ചോദ്യം, ഈ ഹോസ്പിറ്റൽ സഹകരണ സംഘങ്ങൾക്ക് മറ്റു സംഘങ്ങളെ നോമിനൽ അംഗങ്ങളായി ചേർക്കാൻ അധികാരമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതിലൊരു എക്സംഷൻ കണ്ടീഷൻ പറയുന്നുണ്ട്. അങ്ങനെ മറ്റ് സംഘങ്ങൾക്ക് ഈ ഹോസ്പിറ്റൽ സൊസൈറ്റീസിലെ അംഗത്വം, നോമിനൽ മെമ്പർഷിപ്പിന് അധികാരമുണ്ടായിരിക്കുന്നതാണ്, അതിന് അർഹതയുണ്ടായിരിക്കുന്നതാണ്. ഇതുകൂടി മനസ്സിൽ ഓർത്തു വച്ചോളൂ. ഓക്കെ, അപ്പോൾ ആ കണ്ടീഷൻ എക്സംഷൻ കേസ് ഞാൻ പറഞ്ഞത് ഓർത്തു വയ്ക്കുക. മെമ്പർഷിപ്പിൻ്റെ ക്വാളിഫിക്കേഷനിൽ ഒരു കാര്യം പറഞ്ഞ സുഹൃത്തുക്കൾ ഓർക്കുക, ജാതി മത വർഗ രാഷ്ട്രീയത്തിന് അതീതമായിരിക്കും മെമ്പർഷിപ്പ് എന്ന് തുടക്കത്തിലേ പറഞ്ഞിട്ടില്ലേ? അതാണ് ജനാധിപത്യം, അതാണ് ഡെമോക്രസി. സംഘങ്ങളുടെ അംഗത്വം എന്ന് പറയുന്നത് ജാതി മത വർഗ രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമാണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. പക്ഷേ ഇവിടെ ഒരു എക്സംഷൻ കേസുണ്ട്. പട്ടികജാതി പട്ടികവർഗ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന സംഘമാണെങ്കിൽ ആ സംഘത്തിൽ അംഗത്വം ആർക്കായി നിജപ്പെടുത്തിയിരിക്കുന്നു? ആ പ്രത്യേക സമൂഹത്തിന് വേണ്ടി മാത്രം നിജപ്പെടുത്തിയിരിക്കുന്നു. അതിന് പുറത്ത് ഉള്ള ഒരു സമൂഹത്തിൽപ്പെട്ട ഒരാൾ അപേക്ഷ കൊടുത്താൽ അംഗത്വം നിരസിക്കും. അത് സിമ്പിളാണ്, ലോജിക്ക് തന്നെയാണത്. അത് നിങ്ങൾ ഓർത്തു വയ്ക്കുക. പട്ടികജാതി സഹകരണ സംഘത്തിൽ ഒരു അന്യ മതത്തിൽപ്പെട്ട അല്ലെങ്കിൽ പട്ടികജാതി സമൂഹത്തിൽപ്പെടാത്ത ഒരാൾ ആപ്ലിക്കേഷൻ കൊടുത്തു, അയാൾക്ക് അർഹതയുണ്ടോ ഇല്ലയോ? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. ക്ലിയർ? ഇല്ല. ആ സമൂഹത്തിന് വേണ്ടി മാത്രം. ബൈലായിൽ എന്ത് പറയുന്നു അവിടെയാണ് പ്രധാനം കേട്ടോ. ഇതൊക്കെ ലോജിക്കാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ കൂട്ടുകാർ മാർക്ക് കളയരുത്. ഇതൊക്കെ ആലോചിച്ച് പറയുക. ഇവിടെ ഒരു പ്രധാന സംഗതിയുണ്ട്, സമയപരിധി. ടൈം ലിമിറ്റ് ബാധകമുള്ള ഒരു പോർഷനാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ അംഗത്വത്തിന് വേണ്ടി ഒരു സംഘത്തിലൊരു ആപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇൻ കേസ് 2 മാസത്തിനുള്ളിൽ ആ അപേക്ഷയിന്മേൽ തീരുമാനമെടുത്തിരിക്കണം. അതാണ് നിയമം. നിയമത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, ഈ സെക്ഷൻ 16 തന്നെ അത് പറയുന്നുണ്ട്. ഒരു മെമ്പർഷിപ്പിന് അപേക്ഷ നമ്മൾ അങ്ങോട്ട് സബ്മിറ്റ് ചെയ്താൽ എന്താണ് സമയപരിധി, എന്താണ് ടൈം ലിമിറ്റ്? 2 months. 2 മാസത്തിനുള്ളിൽ അതിന്മേൽ തീരുമാനമെടുത്തിരിക്കണം. ഇങ്ങനെ തീരുമാനമെടുത്തില്ലെങ്കിൽ നമുക്ക് ബന്ധപ്പെട്ട അധികാരിക്ക്, രജിസ്ട്രാർക്കോ അതിന് താഴെയുള്ള കണക്റ്റഡ് ഉദ്യോഗസ്ഥന്മാർക്കോ നമുക്ക് പരാതി അല്ലെങ്കിൽ സബ്മിഷൻ അപേക്ഷ കൊടുക്കാവുന്നതാണ്. ഞാനിങ്ങനെ അപേക്ഷിച്ചു, തന്നില്ല, പരിഗണിക്കണം, പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സമയപരിധി, ടൈം ലിമിറ്റ്, നമ്മളൊരു മെമ്പർഷിപ്പിന് ആപ്ലിക്കേഷൻ കൊടുത്താൽ ടൈം ലിമിറ്റ് 2 months. ഇനി അങ്ങനെ നമുക്ക് ടൈം ലിമിറ്റിൽ പരിഗണിക്കപ്പെട്ടില്ലെങ്കിൽ അതിന് അപേക്ഷ നമ്മൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ 30 ദിവസത്തിനകം, അപേക്ഷ ലഭിച്ച് 30 ദിവസത്തിനകം ഇയാൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കാനൊന്നും പറയില്ല, പരിശോധിച്ച് അർഹതപ്പെട്ട ആളാണെങ്കിൽ മെമ്പർഷിപ്പ് കൊടുക്കൂ, ഇല്ലെങ്കിൽ നിരസിച്ചു കൊണ്ട് അറിയിക്കൂ എന്നുള്ള തീരുമാനം 30 ദിവസത്തിനകം എടുക്കണം. അപ്പോൾ ടൈം ലിമിറ്റ് 2 പറഞ്ഞു. ആപ്ലിക്കേഷൻ കൊടുത്താൽ 60 ദിവസത്തിനകം തീരുമാനമെടുത്തിരിക്കണം. അതിന്മേൽ പരാതി ഉണ്ടെങ്കിൽ കൊടുത്താൽ പരാതി ലഭിച്ച് 30 ദിവസത്തിനകം അതിന്മേൽ യുക്തമായ തീരുമാനവും എടുത്തിരിക്കണം. ക്ലിയർ? ഇവിടെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ആർക്കാണ്? നമ്മൾ രജിസ്ട്രാർക്കോ അതുമായി അനുബന്ധ ഉദ്യോഗസ്ഥന്മാർക്കും താഴെയുള്ള അധികാരം വികേന്ദ്രീകരിച്ചിരിക്കുന്ന ഓഫീസേഴ്സ് പഠിച്ചിട്ടില്ലേ? വിവിധ തരം രജിസ്ട്രാർസ് പഠിച്ചിട്ടില്ലേ? അവർക്കാണ് കൊടുക്കുന്നു എങ്കിൽ, അവർക്കാണ് അപേക്ഷ ആദ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സബ്മിഷൻ അംഗത്വം ലഭിച്ചില്ല എന്നുള്ള പരാതി അല്ലെങ്കിൽ അപേക്ഷ കൊടുക്കേണ്ടത് ആർക്കാ? രജിസ്ട്രാർക്ക്. ഇനി ഈ നിയമത്തിൽ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. നമ്മൾ ആദ്യം അപേക്ഷിച്ചത് രജിസ്ട്രാറോടാണെങ്കിൽ നമ്മൾ പരാതി കൊടുക്കേണ്ടത് ഗവൺമെൻറ്റിന്. 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു വയ്ക്കുക. നമ്മൾ അപേക്ഷ പരിഗണിച്ചില്ല എന്നുള്ള പരാതി ആദ്യം രജിസ്ട്രാർക്ക് താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർക്കാണ് നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പരാതി കൊടുക്കേണ്ടത് രജിസ്ട്രാർക്ക്.
ഇനി ആദ്യത്തെ പരാതി കൊടുത്തിരിക്കുന്ന രജിസ്ട്രാർക്കാണെങ്കിൽ അതിൻ്റെ അപ്പീൽ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ പിന്നെ പരാതി കൊടുക്കേണ്ടത് ഗവൺമെൻറ്റിന്. ഈ രണ്ട് കാര്യങ്ങൾ കൂടി സുഹൃത്തുക്കൾ ഓർത്ത് വയ്ക്കുക. അങ്ങനെ രജിസ്ട്രാറോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ ഇത്തരം ഒരു പരാതി കിട്ടിയാൽ 30 ദിവസത്തിനുള്ളിൽ ആ പരാതി തീർപ്പാക്കേണ്ടതാണ്. വേറെ 30 ദിവസം കൂടെ വന്ന് കണ്ടില്ലേ? ആദ്യം 60 days ഞാൻ പറഞ്ഞു, പിന്നെ ഒരു 30 days പറഞ്ഞു, ഇപ്പോൾ വീണ്ടും 30 days പറയുന്നു. എന്താണ് 30 days? അങ്ങനെ ഒരു പരാതി കിട്ടിയാൽ 30 ദിവസത്തിനുള്ളിൽ ആ പരാതിയിന്മേൽ തീരുമാനം എടുത്തിരിക്കണം. ക്ലിയർ? ഇനി ഡിനേ ചെയ്യുകയാണെങ്കിൽ, മെമ്പർഷിപ്പ് ഡിനേ ചെയ്താൽ, അംഗത്വം നിരസിച്ചാൽ കാര്യകാരണസഹിതം ബന്ധപ്പെട്ട വ്യക്തിയെ 15 ദിവസത്തിനുള്ളിൽ അറിയിച്ചിരിക്കണം. അതാണ് നിയമം. ഇതൊക്കെ പാലിക്കപ്പെടണം. 15 daysനുള്ളിൽ അറിയിച്ചിരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ ടൈം ലിമിറ്റിൽ 4 കാര്യങ്ങൾ പറഞ്ഞു, 4 ഡേറ്റുകൾ പറഞ്ഞു. ഒരു ഓട്ടപ്രദർശനം പെട്ടെന്ന് 60 days, 30 days, 30 days, 15 days. 60 ദിവസം അല്ലെങ്കിൽ 2 മാസം, 30 ദിവസം അല്ലെങ്കിൽ 1 മാസം, പിന്നെ ഒരു 30 ദിവസം, 15 ദിവസം. എന്താണ്? ഒന്ന് സ്പീഡായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്താ ഞാൻ പറഞ്ഞത്? സിമ്പിൾ. അംഗത്വത്തിനുള്ള അപേക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ 60 ദിവസത്തിനുള്ളിൽ, 2 മാസത്തിനുള്ളിൽ, 2 monthsനുള്ളിൽ അതിന്മേൽ തീരുമാനമെടുത്തിരിക്കണം. ദാറ്റ് ഈസ് 60 days അല്ലെങ്കിൽ 2 monthsന്റെ ക്രൈറ്റീരിയ. അംഗത്വത്തിനുള്ള അപേക്ഷ കിട്ടിയാൽ 2 മാസത്തിനുള്ളിൽ, 2 monthsനുള്ളിൽ തീരുമാനമെടുത്തിരിക്കണം. ഇനി എന്താണ് 30 days? 2 കാര്യങ്ങൾ പറഞ്ഞു, രണ്ടും ഒന്ന് തന്നെയാണ്. എന്താണ്? അംഗത്വത്തിനുള്ള അപേക്ഷ കൊടുത്താൽ 60 ദിവസം തീരുമാനമെടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു സബ്മിഷൻ, ഒരു പരാതി ഉന്നയിക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അത് രജിസ്ട്രാർക്ക് കൊടുത്താൽ 30 ദിവസത്തിനുള്ളിൽ അതിന്മേൽ തീരുമാനമെടുത്തിരിക്കണം. രജിസ്ട്രാർ ആണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും അതിന്മേൽ തീരുമാനമെടുത്തിരിക്കണം. അതാണ് 30 days. 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. ഇനി 15 days എന്താണ്? ഈ അംഗത്വത്തിനുള്ള അപേക്ഷ നിരസിക്കപ്പെട്ടാൽ, ഡിനേ ചെയ്താൽ, അത് വ്യക്തിയെ കാര്യകാരണസഹിതം 15 ദിവസത്തിനുള്ളിൽ അറിയിച്ചിരിക്കണം. അപ്പോൾ 60 days, 230 ഒന്ന് തന്നെയാണ്. രജിസ്ട്രാറുടെ ആ സമയപരിധിയാണ് പറയുക. പിന്നൊന്ന് 15 days. ക്ലിയർ ആയല്ലോ? അപ്പോൾ ചുരുക്കത്തിൽ ഇന്നത്തെ ടൈം ലിമിറ്റ് നമുക്ക് 3ആയി പറയാം. 60 പകുതി 30, അതിൻ്റെ പകുതി 15. ഇത് ഓർക്കാനുള്ള ഒരു ക്ലൂ ആണ് ഞാൻ പറയുന്നത്. 60 ദിവസം 2 months, 30 days 1 month, ദെൻ അതിൻ്റെ പകുതി 15 days. 60, 30, 15 ദിവസം. എന്നാണ് 60? ഒരു അപേക്ഷ കിട്ടിയാൽ അറ്റ് എനി കോസ്റ്റ് 60 ദിവസത്തിനുള്ളിൽ, 2 മാസത്തിനകം തീരുമാനമെടുത്തിരിക്കണം. അങ്ങനെ തീരുമാനിച്ചില്ലെങ്കിൽ നമുക്ക് സബ്മിഷൻ കൊടുക്കാം. ആർക്കാ? RCSനോ ഗവൺമെൻറ്റിനോ, ആർക്കായിരുന്നാലും. രണ്ടും രണ്ടായിട്ട് പറയേണ്ട കാര്യമില്ല. രണ്ട് കേസിലും 30 daysനുള്ളിൽ അക്കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കണം. കൊടുക്കണോ വേണ്ടേ? ആൾക്കാർ ചോദിക്കില്ലേ നിൽക്കണോ പോണോ? അതുപോലെ ഉള്ള കാര്യം ചോദ്യം വരുമ്പോൾ അതിന്മേൽ തീരുമാനം 30 days. ഇനി ഡിനേ ചെയ്താൽ 15 days, 15 ദിവസം. അപ്പോൾ അറ്റ് എനി കോസ്റ്റ് 60 days. പിന്നെ സബ്മിഷൻ കൊടുക്കേണ്ടത് ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ RCSനോ 30 days. ഡിനേ ചെയ്താൽ 15 days. അതാണ് ഞാൻ പറഞ്ഞത്. 60, 30, 15. ഇന്നത്തെ ടൈം ലിമിറ്റ് ഓർക്കാൻ വളരെ ഈസി. 60, 30, 15. പകുതി. ഓക്കെ സുഹൃത്തുക്കളെ, അംഗത്വം, മെമ്പർഷിപ്പ് എന്ന് പറയുന്ന വളരെ പ്രധാനവും ഇൻട്രസ്റ്റിങ്ങും വളരെ രസകരമായിട്ടുള്ള, ആർക്കാണ് മെമ്പർഷിപ്പിന് അർഹത, ആർക്കാണ് അർഹത ഇല്ലാത്തത്, തിരിച്ചും മറിച്ചുമുള്ള കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് സെക്ഷൻ 16ലും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾ 2 തവണ ഇന്നത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് 1 അല്ലെങ്കിൽ 2 മാർക്കോ ഈസി ആയിട്ട് പോക്കറ്റിലിരിക്കും. ആരോടും പറയേണ്ട. നമ്മൾ 2 പടി കൂടി മുകളിലേക്ക് കയറിയ വിവരം സുഹൃത്തുക്കൾ മാത്രം അറിഞ്ഞാൽ മതി. ആ മനസ്സമാധാനത്തോടെ, സന്തോഷത്തോടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. തീർച്ചയായിട്ടും അടുത്ത തിങ്കളാഴ്ച ഇതേ സമയം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ഭാവി, നല്ല ഈ ടെസ്റ്റുകൾ വരുന്നു, അതിലേക്ക് നല്ല ഒരു കസേര കാണാനുള്ള അവസരം ഞാൻ നൽകിക്കൊണ്ട് സൈനിങ് ഓഫ്, നിങ്ങളുടെ അജിത് കുമാർ. താങ്ക് യു.